ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കോവിഡ് കാലഘട്ടത്തിൽ നാം എല്ലാവരും സ്വീകരിക്കേണ്ട ഒന്നാണ് കോവിഡ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഭൂരിഭാഗം ആൾക്കാർ ഈ ഒന്നാം ഘട്ടം വാക്സിനേഷൻ പോലും സ്വീകരിക്കാത്തവരാണ്. അപ്പോൾ ഈ വാക്സിനേഷൻ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണം, പിന്നെ ബുക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ വാക്സിനേഷൻ ലഭിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ വാക്സിനേഷന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒത്തിരി ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ എൻ്റെ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ എൻ്റെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാണ്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് cowin.government.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. cowin.government.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനൊരു പേജ് അവിടെ ഓപ്പണായി കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്കിവിടെ രജിസ്റ്റർ ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം അവിടെ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു പേജ് അവിടെ ഓപ്പണായി കിട്ടുന്നതായിരിക്കും. ഇവിടെ എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് നമ്പറാണോ അവിടെ ടൈപ്പ് ചെയ്തത് ആ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതായിരിക്കും. അപ്പോൾ ആ OTP നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പണായി കിട്ടുന്നതായിരിക്കും. ഇവിടെ നമുക്ക് രജിസ്റ്റർ മെമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണുന്നുണ്ട്. നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ ഒരു നമ്പറിൽ നിന്ന് നമുക്ക് 4 പേരുടെ നെയിമും എല്ലാം കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്പർ വെച്ചിട്ട് തന്നെ അവർ 4 പേരെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ രജിസ്റ്റർ മെമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പേജ് അവിടെ ഓപ്പണായി കിട്ടുന്നതായിരിക്കും. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഏത് പ്രൂഫാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആധാർ കാർഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, പെൻഷൻ പാസ്ബുക്ക്, വോട്ടർ ID, ഇതൊക്കെ നമുക്ക് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നത് ആധാറിൻ്റെയും പ്രൂഫാണ്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് നമ്പരൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈസിയായിട്ട് കൊടുക്കാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് തന്നെ കൊടുക്കുക. അപ്പോൾ ആധാറിൻ്റെ നമ്പർ എടുത്ത് താഴെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ നെയിം, ആധാറിൻ്റെ ഏത് നെയിമാണുള്ളത് അത് നമുക്കവിടെ കൊടുക്കുക. പിന്നെ ഫീമെയിലാണോ മെയിലാണോ അത് സെറ്റ് ചെയ്യുക. പിന്നെ യുവർ ബർത്ത്, അതായത് ആധാറിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കിവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ നമുക്ക് വാക്സിനേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു പേജായിരിക്കും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു പേജാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഇവിടെ ഞാൻ 4 പേർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെ വന്നിട്ട് ആഡ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ 3 പേരെയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ഇതേപോലെ തന്നെ ആധാർ എല്ലാം അടിച്ചു കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കും കോവിഡ് വാക്സിനേഷന് വേണ്ടിയിട്ട് ഇപ്പോഴേ രജിസ്റ്റർ ചെയ്തിടാവുന്നതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. താങ്ക്